വെൽക്കം ടു ഹർഷൂസ് വ്ലോഗ്സ്. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും എൻ്റെ കസിനും കൂടി ഇന്ന് കൊയിലാണ്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ 6 വർഷം കൊയിലാണ്ടിയാണ് ഉണ്ടായിരുന്നത്. അതായത് ഞാനും എൻ്റെ ഫാമിലിയൊക്കെ. എനിക്കും ഏട്ടനൊക്കെ അവിടെ ആയിരുന്നു ജോലി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 9 മാസത്തോളമായി ഏകദേശം കൊയിലാണ്ടിയൊക്കെ ഒന്ന് പോയിട്ട്. അപ്പം ഞാൻ ഇത്തവണ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കസിൻ പറഞ്ഞു അവളും കൂടി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. ഇവിടെ ഗേറ്റിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കാരണം ഇപ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകണമെങ്കിൽ ഇപ്പുറത്തെ സൈഡ് വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് നടക്കണമാണ്, കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും യാത്ര ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എല്ലാവരും പോകണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ വണ്ടി വെച്ച് അങ്ങോട്ടേക്ക് നടന്നിട്ട് വേണം പോകണമെങ്കിൽ. നമുക്കിതാ ഇപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഏകദേശം റെയിൽവേ അടുത്താണ്. അങ്ങനെ നമ്മളിങ്ങനെ രണ്ടുപേരും കൂടി ഓരോ കഥയൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ ഇങ്ങനെ നടക്കാൻ നല്ല സുഖമാണല്ലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം താനൂരൊക്കെ എത്തിയിട്ടുണ്ട്. താനൂരെത്തി നോക്കുമ്പോഴത്തേക്ക് അവിടെ റെയിലിൻ്റെയും ഒക്കെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ ചടി കയറിയിരുന്നു. പിന്നെ വലിയ കോഴിക്കോടൊക്കെ എത്തിയിട്ടുണ്ട് ഏകദേശം. കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക് ട്രെയിനിൽ തിരക്കൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത് തൃശ്ശൂർ കണ്ണൂർ വണ്ടിയാണ്. അപ്പോൾ ഏകദേശം ഒരു തിരക്കൊക്കെ കോഴിക്കോട് എത്തിയ സമയത്ത് തന്നെ ഒന്ന് കുറഞ്ഞു വന്നു. പിന്നെ നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ സമയം സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം കൊയിലാണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. കൊയിലാണ്ടി എത്തുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഷോപ്പിലേക്കാണ്. അതായത് ഞാൻ 6 വർഷം ജോലി ചെയ്തത് ഈ ഷോപ്പിലാണ്. അങ്ങനെ നമ്മുടെ മാനേജറൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ശ്രുതിനും മച്ചാറും എല്ലാവരെയും കണ്ടു അന്വേഷിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ദീപേച്ചീനെ കാണാൻ ഓഫീസിലോട്ട് വിട്ടു. ഓഫീസിൽ പോയി അങ്ങനെ ദീപേച്ചീനെ കണ്ടു. ദീപേച്ചിയോട് സംസാരിച്ചു. പിന്നെ ബിജുവേട്ടനൊക്കെ ഉണ്ടായിരുന്നു, അവരോട് സംസാരിച്ച് നമ്മൾ നല്ല പുറത്തോട്ടിറങ്ങി നമ്മൾ ടൗണിൽ കൂടെ നേരെ നടന്നു കേട്ടോ. പിന്നെ നമ്മൾ 1-2 ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് നോക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഓട്ടോച്ചേട്ടനെ കിട്ടി. നമ്മൾ നേരെ ചെങ്ങോട്ടാവിലേക്കാണ് പോകുന്നത് കേട്ടോ. ചെങ്ങോട്ടുകാവ് ആണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് 6 വർഷം. എന്നിട്ട് അവിടെ എത്തി നമ്മളൊരു ബേക്കറിയിലൊക്കെ കയറി സാധനമൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ട് പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നു. അപ്പോൾ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവളാണ്. എൻ്റെ പ്രിയപ്പെട്ടവളെന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റിയാണ്. അപ്പോൾ അവൾ ജോലിക്ക് പോയിട്ട് നമ്മൾ വരുന്നത് അറിഞ്ഞിട്ട് തിരിച്ച് വന്നതാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്നാൽ ആദ്യം അവളെ വീട്ടിലേക്ക് തന്നെ പോകാൻ വിചാരിച്ചു. അങ്ങനെ അവരുടെ വീടാണിത്. ഞങ്ങൾ ആദ്യം അങ്ങോട്ടേക്കാണ് പോയത്. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് കയറി. അവിടെ കയറി മക്കളെയും അമ്മേനെയും അച്ഛനെയൊക്കെ ഒന്ന് കാണണമല്ലോ. അത് കഴിഞ്ഞ് അവിടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾ താമസിച്ച വീടും അമ്പലവും കുളവും എല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീടിൻ്റെ അവിടെ നിന്നാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കസിൻ പറഞ്ഞു അവൾക്ക് നേരിട്ട് അങ്ങോട്ട് കാണണം, അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. 3 പേരും കൂടി വേഗം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ സംസാരിച്ച് ആദ്യം പോയത് അമ്പലത്തിലോട്ടാണ്. ഇതാണ് നമ്മൾ ഏട്ടൻ പൂജ കഴിച്ച അമ്പലമാണ് ഇത്. 6 വർഷം നമ്മൾ ഈ അമ്പലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അമ്പലത്തിന് എന്തൊക്കെയോ പണികളൊക്കെ നടക്കുന്നുണ്ട്, ഇൻ്റർലോക്കൊക്കെ വയ്ക്കുന്നുണ്ട്. അവൾക്ക് അമ്പലമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ കുളത്തിലേക്കൊക്കെ വന്നു. കുറച്ച് കാലമൊക്കെ കഴുകി നമ്മളിങ്ങനെ നടന്നു. തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ താമസിച്ച വീടും. ആ വീട്ടിൽ നമ്മളാണ് കേട്ടോ ആദ്യം താമസിച്ചത്. പല വെച്ചിട്ട് അങ്ങനത്തെ അമ്പലത്തിൻ്റെ എന്തൊക്കെയോ പണി നടക്കുന്നത് കാരണം എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് കാണുന്നുണ്ട്. അങ്ങനെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം. അങ്ങനെ വീടൊക്കെ അവൾ ജസ്റ്റ് കണ്ടു. പിന്നെ അവിടെ നമ്മൾ നേരെ മാളുവിൻ്റെ അടുത്തേക്ക് പോയേ. മാളുവിൻ്റെ അടുത്ത് പോയി. മാളു എൻ്റെ മറ്റൊരു പ്രിയപ്പെട്ടവളാണ്, ബെസ്റ്റിയാണ്. അങ്ങനെ തേജിക്കുട്ടി വേഗം വാതിലൊക്കെ തുറന്നു. നമ്മൾ സംസാരിച്ചു. പിന്നെ നമുക്ക് അധിക സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ട്രെയിന് വൈകിട്ടായത് കാരണം. പിന്നെ അത് കഴിഞ്ഞാൽ കുറേ ലൈറ്റായിട്ടാവും നമ്മൾ വീട്ടിലെത്തുന്നത്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകണമല്ലോ കയറണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ 2 പേരും അപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആരോ പുറകിൽ നിന്ന് വിളിക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നി കേട്ടോ. നോക്കുമ്പോഴത്തേക്ക് അത് നമ്മുടെ അമിതേച്ചിയായിരുന്നു. അമിതേച്ചി എൻ്റെ കൂടെ 6 വർഷം ഷോപ്പിലുണ്ടായിരുന്ന ചേച്ചിയാണ്. അപ്പോൾ അമിതേച്ചിനെ ഇപ്പോൾ ഒരുപാട് നാളായി കണ്ടിട്ട്. അങ്ങനെ അമിതേച്ചിയോട് കുറേ കാര്യം സംസാരിച്ച് അങ്ങനെ അമിതേച്ചി പിന്നെ മെല്ലെ ട്രെയിൻ ലേറ്റ് ആയത് കാരണം അമിതേച്ചിയും പിന്നെ പതുക്കെ സംസാരിച്ച് അങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.